ഹായ്, നമ്മളിപ്പോൾ എംബ്രേസ് ടവറിൽ ഇറങ്ങിയിട്ട് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പീക്കോക്ക് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പീക്കോക്ക് പാർക്ക് നമ്മൾ എംബ്രേസ് ടവറിൽ ഇറങ്ങണം മെട്രോയിൽ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതാ ഈ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലേക്ക് കയറാവുന്ന ആ ഒരു വേ ഉണ്ട്. ആ പാർക്കിലോട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ എവിടെ ചെന്ന് ഇറങ്ങും അറിയത്തില്ല, നോക്കാം. നമുക്ക് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൽ കയറുന്നില്ല, ഇതിൻ്റെ ബാക്കിലുള്ള പീക്കോക്ക് പാർക്കിലേക്ക് നമ്മൾ പോകുന്നത്. മെട്രോ സ്റ്റേഷൻ ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ആണ്. ഗ്ലാസ്സിൽ നമുക്ക് ആ ഫുൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകത്തെ തന്നെ മനോഹരമായ കെട്ടിടമെന്ന് വിളിപ്പേരുള്ള ദുബായിലെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലാണ്. ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് കുറേ കാലിഗ്രാഫി ഡിസൈനാണ് ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടുത്തെ റൂളർ ഷെയ്ഖ് മുഹമ്മദിൻ്റെ പോയട്രി വെച്ചിട്ടാണ് അവരിതിൻ്റെ ഉള്ളിലും പുറത്തും ഈ കാലിഗ്രാഫിക് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലും ഭയങ്കര ഭംഗിയാണ്, പുറത്തും നല്ല മനോഹരമായിട്ടുള്ളൊരു കെട്ടിടമാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോബോട്ടാണ് ഇവിടെ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കുറേ ലിസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ. ആ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കി തരും. നല്ല രസമാണത് കാണാനായിട്ട്. അവിടെ വേറെ ആൾക്കാരൊന്നുമില്ല, ഈ റോബോട്ട് തന്നെയാണത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യും. അപ്പോൾ നമുക്ക് എടുക്കാം അങ്ങനെ. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു 2071 നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഫ്രീ ആക്സസ് ആണ്. മുകളിൽ ഇതിന് 7 നിലകളുണ്ട്. നമുക്ക് മുകളിൽ അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് ചാർജ് ഉണ്ട്. അതായത് ടിക്കറ്റ് വരുന്നത് ഒരു 159 മിനിമം ചാർജ് വരുന്നത്. അപ്പോൾ ഇതൊരു ടോറസ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ടോറസ് ഷേപ്പിലുള്ള ഒരു ഭയങ്കര ഷൈനി ആയിട്ടുള്ള സിൽവർ കവേർഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഒരു 30,000 സ്ക്വയർ മീറ്ററോളം കവർ ചെയ്തിട്ടാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 0 കോർണേഴ്സ് ആൻഡ് 0 കോളമാണ്. ഇതിനകത്ത് കോർണേഴ്സും നമുക്ക് കാണാൻ പറ്റില്ല, കോളവും ഇല്ല. 6 വർഷം എടുത്തിട്ടാണ് ഈ കെട്ടിടം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇത് ഓപ്പൺ ചെയ്തത് 2022 ഫെബ്രുവരി 22 ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റൂഫ് ടോപ്പിൽ പോയി കഴിഞ്ഞാൽ വേറെ വ്യൂ ആണ് കേട്ടോ. അവിടെ ഒരു വ്യൂ ഡെക്ക് ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ കാണുന്നത് ഇതിനകത്തുള്ള വേറൊരു റോബോട്ടിക് സംഭവമാണ്. ഇതൊരു ബലൂണാണ്. ഭയങ്കര രസമാണ്. അത് എപ്പോഴൊന്നും ഇല്ല, ചില സമയങ്ങളിലാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത് കാണാൻ പറ്റി, നല്ല രസമാണ്. പിന്നെ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സൈബർ ഡോഗ് വരുന്നത്. പക്ഷേ അത് ഈ ഫ്ലോറിലല്ല, അത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലത്തെ ഫ്ലോറിലേക്കൊക്കെ പോയെങ്കിൽ നമുക്ക് ആ സൈബർ ഡോഗിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഓരോ ഫ്ലോറിലും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്ത് മുകളിൽ പോയിട്ട് വേണം എക്സ്പീരിയൻസ് ചെയ്യാൻ. അത് ഒരു തവണയെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു 4 ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. 159 മുതൽ 799 വരെയോളം ദിറംസ് റേറ്റ് വരുന്ന ടൈപ്പ് ഓഫ് ടിക്കറ്റുകളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് വേണം മുകളിലേക്കൊക്കെ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലൂടെ വെളിയിൽ ഇറങ്ങി നമുക്ക് പീക്കോക്ക് പാർക്ക് തേടിക്കാം. ഒരു സൈഡിൽ നമുക്ക് പച്ചപ്പും ഹരിതാപ്പും മരങ്ങൾ, മറ്റൊരു സൈഡിൽ പട്ടണം. ഇവിടെ മയിലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മയിലിനെ കാണാൻ പറ്റും.
ഇത് ശരിക്കും പറഞ്ഞാൽ ദുബായിയുടെ ഒരു ഹിഡൻ ജെമ്മാണ്. ഇത് ദുബായിയുടെ സെൻട്രൽ പോർഷനിൽ എമിറേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് നമുക്ക് മെട്രോയിൽ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ബാക്കിലൂടെ നേരെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പാർക്കിലെത്തും, പീകോക്ക് പാർക്കിലെത്തും. ഇവിടെ എല്ലാം കുറേ മയിലുകളുണ്ട്, മയിൽ കുഞ്ഞുങ്ങൾ, ഇവരുടെ ഒരു സ്വൈരവിഹാര കേന്ദ്രമാണ്. പിന്നെ മാത്രമല്ല വേറെ കിളികളും പിന്നെ പ്രാവും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് കുറച്ച് ചൂടിൻ്റെ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ട്. പക്ഷേ വിൻ്റർ സമയത്താണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ അടുത്ത വിൻ്ററിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. വിൻ്ററിന് വന്നാൽ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാം അവിടെ. ഇപ്പോൾ ഇവിടെ റിനോവേഷനൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കെട്ടി അടച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് മയിൽ കുഞ്ഞുങ്ങളൊക്കെ കാണാൻ പറ്റും. ആരോ വന്ന് പ്രാവിന് തീറ്റയൊക്കെ കൊടുത്തു. അപ്പോൾ അതെല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വെപ്രാളം, ഒരു ആക്രാന്തമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പീലി വിടർത്തി ഒരു മയിലിനെ കാണുന്നത്. നാട്ടിലെ മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പീലി വിടർത്തി കണ്ടിട്ടില്ല. ഇതൊരു ഭയങ്കര ലക്കായിപ്പോയി. ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനൊരു സീൻ നമുക്ക് കിട്ടുമെന്നുള്ളത്. മയിലിനെയൊക്കെ കണ്ടു. അത്യാവശ്യം പീലിയുള്ള മയിലിനെ തന്നെ വളരെ കുറച്ച് പെൺമയിലിനെയാണ് നമ്മൾ കൂടുതലും കണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം നോക്കി ഇത് പെട്ടെന്ന് പീലി വിടർത്തിയും കൂടെ ആയിരുന്നു. ഹാപ്പിയായി, ഇനി ഒന്നും വേണ്ട, അത്ര ഹാപ്പിയായി. നമുക്ക് അങ്ങനത്തെ ഒരു സീന്, ആ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി.
പിന്നെ നമുക്കിതിനിടയ്ക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. മെയിനായിട്ടും വേസ്റ്റ് ബിന്നുണ്ട്. അതാണ് നമ്മുടെ ദുബായിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ക്ലീൻ സിറ്റി ആണ്. അപ്പം വേസ്റ്റ് ബിന്നുണ്ട്, നമുക്കിരിക്കും. ഇപ്പം പക്ഷേ നല്ല ചൂടുണ്ട്, സമ്മർ ആയതുകൊണ്ട് വിയർക്കുന്നുണ്ട്. നല്ലതായിട്ട് ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇന്ന് കുറച്ചുകൂടെ ഹ്യൂമിഡിറ്റി ഉണ്ട്. വിൻ്റർ സമയത്തൊക്കെ ഇരിക്കാൻ അടിപൊളിയായിരിക്കും. ഇതിനകത്തൊക്കെ മയിലുകുട്ടന്മാരുണ്ട്. നമുക്ക് ഇടയ്ക്കും ഇത്രയ്ക്കുമായിട്ടൊക്കെ കാണാൻ പറ്റും. കുറേ കുഞ്ഞുങ്ങളുണ്ട്. അവിടെ ആ ഭാഗത്ത് കാണാം. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പക്ഷെ നല്ല രസമാണ് ഈ വഴി കൂടി ഇങ്ങനെ നടക്കാൻ. അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കരിയിലയുടെ കളർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്കതിന് അധികം കാണത്തില്ല. നമുക്ക് വന്നപ്പോൾ കിടിലം ഒരു ഷോട്ടാണ് കിട്ടിയത്, പീലി വിടർത്തുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ ശബ്ദം കേൾക്കാം. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതും കരിയിലാണെങ്കിൽ ശബ്ദം കേൾക്കാം. അതിനകത്താണ്. പുറത്തോട്ട് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ആർക്കും അതിനൊന്നും പേടിയുള്ളതായിട്ടൊന്നും തോന്നില്ല. ഇവിടെ ആയിരുന്നു അതിൻ്റെ സ്ഥലവും തോന്നുന്നു. ഇവിടെ മൊത്തവും ഒരു റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഭാഗം അടച്ചേക്കാണ്. അപ്പോൾ റിനോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നപ്പോഴേ ഇവിടെ കുറേ മേഖലകൾ കൂട്ടം കൊടുത്തിട്ടുണ്ട്. അവർ മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. എങ്ങനെ ഇതിനെ റിനോവേറ്റ് ചെയ്യണം എന്നുള്ള ഗാഢമായ ആലോചനയിലാണ്. ആർക്കിടെക്ട്സും ഡിസൈനേഴ്സും കൺസ്ട്രക്ഷൻ ടീമും ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്. അമ്മേ ഇങ്ങോട്ട് വരട്ടെ. ഈ ഭാഗമൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഗൈസ്. ഇതൊക്കെ ഏത് ഭാഗമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല ഈ കെട്ടിടമൊക്കെ ഞാൻ കണ്ടതായിട്ട്. കുറേ നാളായി ഞാൻ ഇവിടുത്തെ പോയി. ഇതേ ഒരു സംഭവം ചെയ്ത് വെച്ചിരുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ. സോ നൈസ്. അതിലും കിളികളൊക്കെ ഇരിപ്പുണ്ട് അല്ലേ. എന്താണ് വ്ളോഗിനെ പറ്റി പറയാനുള്ളത്? എങ്ങനെയുണ്ട് സ്ഥലത്തെ പറ്റി പറ. ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. ഈ സാധനമൊക്കെ ഇത് ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിലാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ എവിടെ തോന്നി? ഓ, ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ അപ്പുറത്തെ സൈഡാണ് ഞാൻ കണ്ടോണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് എനിക്കിത് പുതിയ വ്യൂ ആണ്, പുതിയ എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം. പക്ഷെ അത് ചായ കുടിക്കാൻ പറ്റില്ല, അതാണ് എൻ്റെ വിഷയം. ചായ വേണം ഗൈസ്, ചായ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? മെട്രോ ആ ഭാഗത്താണ്.
إلى Center Point سيصل إلى الرصيف رقم 1. Your attention please. The train to Center Point will arrive at platform 1.